മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗറിൽ നിന്നും മഞ്ജു എല്ലാ വിവരങ്ങളും മേഘനാഥൻ്റെ അറിയുന്നുണ്ട്. അതിനുശേഷം മേഘനാഥനോട് വളരെ ദേഷ്യവും വാശിയും എല്ലാം തോന്നുകയാണ് മഞ്ജുവിന്. അങ്ങനെ മഞ്ജു അതൊന്നും മേഘനാഥൻ്റെ മുമ്പിൽ കാണിക്കാതെ അവൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കഴിയാണ്. കാരണം മേഘനാഥൻ്റെ എല്ലാ കള്ളത്തരങ്ങളും മേഘനാഥൻ്റെ മുമ്പിൽ തന്നെ പൊളിച്ചെടുക്കണമെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ തന്നെയാണ് മഞ്ജു ഇപ്പോഴും കഴിയുന്നത്. പിന്നെ എന്തിനും ഏതിനും സാഗർ ഏത് നിമിഷവും എന്നെ വിളിച്ചോളാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് മഞ്ജുവിനൊരു സമാധാനമാകുകയാണ്. അങ്ങനെ സാഗറിനെ വിളിച്ചുകൊണ്ട് മാനസയുടെ വീടും കാര്യങ്ങളും എല്ലാം തിരക്കുന്നുണ്ട്. അപ്പം മഞ്ജുവിനോട് സാഗർ പറയുന്നുണ്ട്, അതിനെന്താണ് മഞ്ജു, ഞാൻ എല്ലാ വിവരങ്ങളും അയച്ചു തരാം, മഞ്ജു അതനുസരിച്ച് അവിടെ ചെന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ പോകുന്ന സമയത്ത് സാഗർ ആ വിവരം മഞ്ജുവിനെ അറിയിക്കുന്നു. മഞ്ജു അതിനനുസരിച്ച് മേഘനാഥൻ്റെ പിറകെ മേഘനാഥൻ അറിയാതെ അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ മാനസയുടെ വീട്ടിലെത്തുകയും മാനസ വന്ന് വാതിൽ തുറക്കുകയും മേഘനാഥനുമായിട്ട് സംസാരിക്കുന്നതും വളരെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും അകത്തോട്ട് പോകുന്നതുമൊക്കെ നമ്മുടെ മഞ്ജു അകലെ നിന്നും കാറിലിരുന്ന് കാണുകയാണ്. പക്ഷെ മഞ്ജു പിറകെ ഉള്ള കാര്യം മേഘനാഥൻ അറിയുന്നുമില്ല. അങ്ങനെ മേഘനാഥനെ കാണുമ്പോൾ അപ്പു എന്ന ആൺകുട്ടി ഓടി വന്ന് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് മേഘനാഥനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് മേഘനാഥനാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി മോനെ എടുക്കുന്നു ഉമ്മ വയ്ക്കുന്നു ഒക്കെ മഞ്ജു അകലിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുമ്പോഴേക്കും മഞ്ജുവിൻ്റെ നെഞ്ച് വല്ലാതെ പിടയ്ക്കുകയാണ്. മേഘനാഥിൻ്റെ കുടുംബം ഇവരാണെന്നും ഞാനൊരു രണ്ടാം ഭാര്യയാണെന്നും മേഘനാഥിന് അവരോടുള്ള സ്നേഹവും എല്ലാം മഞ്ജു മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു വിചാരിക്കുന്നുണ്ട്, ഇത് എന്നോട് നേരത്തെ കണ്ണേട്ടൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ഞാനതൊന്നും അന്നേരം എനിക്ക് എല്ലാം മേഘേട്ടനായിരുന്നു മനസ്സ് നിറയെ. കണ്ണേട്ടൻ പറഞ്ഞതും എടത്തി പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിലോട്ട് കയറുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗതി എനിക്ക് വന്നതെന്നൊക്കെ ഓർക്കുമ്പോൾ മഞ്ജുവിന് വളരെ വിഷമമാകുന്നുണ്ട്. മഞ്ജു ഇത്രയൊന്നും പ്രതീക്ഷിക്കാതെയാണ് അവിടെ ചെല്ലുന്നതും. ഈ സാഗർ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ചെറിയ തോതിൽ മാത്രമേ മഞ്ജു വിശ്വസിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ സാഗർ പറയുന്ന കാര്യങ്ങളെല്ലാം മഞ്ജു വിശ്വസിച്ച് പോവുകയാണ്. മാർക്കോ സാഗറിനോട് പറയുന്നുണ്ട്, നീ എന്താണെങ്കിലും മഞ്ജുവിനോട് വളരെ നല്ല രീതിയിൽ പെരുമാറുകയും മഞ്ജുവിൻ്റെ മനസ്സിൽ കയറി കൂടാൻ ശ്രമിക്കുകയും ചെയ്യണം എന്നൊക്കെ സാഗറിനോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ സാഗറിന് വളരെ സന്തോഷമാകുന്നുണ്ട്. സാഗറിന് ചെറിയൊരു ഇഷ്ടം മഞ്ജുവിനോടുണ്ട് താനും. അപ്പോൾ മഞ്ജുവിനോട് ഇഷ്ടം കൂടാൻ മാർക്കോ പറയുമ്പോൾ അതെല്ലാം സാഗർ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേൾക്കുന്നത്. എന്നിട്ട് പറയുന്നു, നിന്നോട് ചെയ്ത ചതിക്ക് നീ അവനോട് ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണമെന്നൊക്കെ മാർക്കോ സാഗറിനെ ചൂട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മാർക്കോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും സാഗറിൻ്റെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് മാർക്കോ പറയുന്നതെന്ന് ഓർക്കുമ്പോൾ സാഗറിന് വളരെ തോന്നുകയാണ്. അപ്പു മേഘനാഥൻ്റെ മകനാണെന്നുള്ള സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി സാഗറിനെ മുടിനാരിഴ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇനിയുള്ള എപ്പിസോഡുകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.